മധ്യപൂർവേഷ്യൻ യുദ്ധ സാഹചര്യങ്ങളെ തുടർന്ന് കനത്ത നിശ്ചലാവസ്ഥയിലായ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ താൽക്കാലിക സംയുക്ത കപ്പൽ ഗതാഗത പാത യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങി ഇറാനും അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായ ഒമാനും. അന്താരാഷ്ട്ര ഊർജ വിപണിയെയും ആഗോള വ്യാപാരത്തെയും വലിയ പ്രതിസന്ധിയിലാഴ്ത്തിയ സംഭവങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നത്. ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിന്റെയും ദ്രവീകൃത പ്രകൃതിവാതക വ്യാപാരത്തിന്റെയും 1/5 കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതയാണ് ഹോർമുസ് കടലിടുക്ക്. എന്നാൽ മേഖലയിൽ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധവും സംഘർഷങ്ങളും കാരണമായി ഈ ജലപാതയിലൂടെയുള്ള സുരക്ഷിതമായ കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. കടലിടുക്കിൽ വിതറിയിരിക്കുന്ന കടൽ മൈനുകൾ നീക്കം ചെയ്യുന്നതിനായി ഒരു സംയുക്ത മിഷൻ ആരംഭിക്കുക എന്നതാണ് ഇറാനും ഒമാനും തമ്മിൽ രൂപീകരിച്ച പ്രധാന ധാരണകളിലൊന്ന്. വ്യാപാര പാത തുറക്കുന്നതിനായി ഇറാനും ഒമാനും തമ്മിൽ നടക്കുന്ന ചർച്ചകൾ താൽക്കാലിക ക്രമീകരണങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ദീർഘകാലത്തേക്ക് സുരക്ഷിതമായി ഏകോപിപ്പിക്കുന്നതിനായി ഒരു സ്ഥിരം നാവിഗേഷൻ ആൻഡ് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് രൂപീകരിക്കാനും ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും വാഷിംഗ്ടണിന്റെയും നിലപാടുകളെ മറികടന്നുകൊണ്ടാണ് അമേരിക്കയുടെ പരമ്പരാഗത സഖ്യകക്ഷിയായ ഒമാൻ ഇറാനുമായി ചേർന്ന് ഇത്തരമൊരു കരാറിലേക്ക് നീങ്ങുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഹോർമുസ് കടലിടുക്കിലെ മൈനുകൾ അമേരിക്കൻ സൈന്യം ഇതിനകം തന്നെ നീക്കം ചെയ്തു കഴിഞ്ഞുവെന്നും വ്യാപാര പാതയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ട്രംപിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായി വകവയ്ക്കാതെ പ്രായോഗികമായ നയതന്ത്ര നീക്കങ്ങളിലൂടെ കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഒമാൻ ശ്രമിക്കുന്നത്. മധ്യപൂർവേഷ്യൻ മേഖലയിൽ എപ്പോഴും നിഷ്പക്ഷ നിലപാട് പുലർത്തുന്ന ഒമാൻ ഇറാന്റെ തന്ത്രപ്രധാനമായ ഈ അയൽപക്ക ബന്ധത്തെ ഉപയോഗപ്പെടുത്തി മേഖലയിൽ ശാശ്വതമായ ശാന്തത കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മേഖലയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം ശക്തമായി നിലനിൽക്കുമ്പോഴും തങ്ങളുടെ തീരങ്ങളോട് ചേർന്നുള്ള തന്ത്രപ്രധാനമായ സമുദ്ര മേഖലയുടെ നിയന്ത്രണം കൈപ്പിടിയിലാക്കാൻ ഇറാന് ലഭിച്ച വലിയൊരു അവസരമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാകുന്നതോടെ ആഗോള ഊർജ വിപണിക്ക് വലിയൊരു ആശ്വാസമായിരിക്കും ലഭിക്കുക. ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കുമുള്ള പ്രധാന എണ്ണക്കപ്പലുകൾ മാസങ്ങളായി വഴിതിരിച്ച് വിടപ്പെടുകയോ വിദേശ തുറമുഖങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇതിലൂടെ മാറ്റം വന്നത്. യുദ്ധത്തെ തുടർന്ന് മേഖലയിലെ സമുദ്ര ഇൻഷുറൻസ് നിരക്കുകൾ കുതിച്ചുയർന്നിരുന്നു. കപ്പലുകൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇൻഷുറൻസ് കമ്പനികൾ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം സാധാരണ നിലയിലാക്കാൻ ഒമാൻ കാണിക്കുന്ന ഈ നയതന്ത്ര മുൻകൈ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശംസ നേടുന്നുണ്ട്. റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തി രാജ്യങ്ങൾ ഇറാൻ ഒമാൻ കൂട്ടുകെട്ടിന്റെ സമുദ്രപാത സുരക്ഷാ പദ്ധതികളെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര വാണിജ്യത്തിന് തടസ്സമില്ലാതെ കപ്പലുകൾക്ക് കടന്നു പോകാൻ വഴിയൊരുക്കുന്ന ഏത് നീക്കത്തെയും പിന്തുണയ്ക്കുമെന്നാണ് ബീജിംഗും മോസ്കോയും വ്യക്തമാക്കുന്നത്. വാഷിംഗ്ടൺ മുന്നോട്ട് വയ്ക്കുന്ന പല കർശന നിലപാടുകളെയും തള്ളി പറഞ്ഞുകൊണ്ട് പ്രാദേശിക സമാധാനത്തിന് മുൻഗണന നൽകുന്ന സമീപനമാണ് ഈ ചർച്ചകളിലുടനീളം കാണാൻ കഴിയുന്നത്. കടൽ മൈനുകൾ നീക്കം ചെയ്യുന്ന ദൗത്യം അതീവ അപകടകരവും സാങ്കേതികമായി വെല്ലുവിളികൾ നിറഞ്ഞതുമാണ്. അതിനാൽ തന്നെ ഇരു രാജ്യങ്ങളിലെയും നാവികസേനകൾ സംയുക്തമായി അത്യാധുനിക മൈൻ സ്വീപ്പർ കപ്പലുകളും സമുദ്ര സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചായിരിക്കും ഈ ദൗത്യം പൂർത്തിയാക്കുക. അതേസമയം ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഇറാനും ഒമാനും കൈവശപ്പെടുത്തുന്നത് തങ്ങളുടെ സൈനിക മേധാവിത്വത്തിന് തടസ്സമാക്കുമെന്ന ഭയം അമേരിക്കയ്ക്കുണ്ട്. അതിനാൽ തന്നെ വിമാനവാഹിനി കപ്പലുകളും അന്തർവാഹിനികളും ഉപയോഗിച്ച് മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കാൻ അമേരിക്കൻ നാവികസേന തുനിഞ്ഞേക്കും. ഹോർമുസ് കടലിടുക്കിന്റെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായകമായ ഒരു വഴിത്തിരിവിലാണ് ഈ ഇറാൻ ഒമാൻ സംയുക്ത പദ്ധതി. ട്രംപിന്റെ മുന്നറിയിപ്പുകളും രാഷ്ട്രീയ വെല്ലുവിളികളും നിലനിൽക്കുമ്പോഴും ആഗോള ഊർജ നീക്കം പുനഃസ്ഥാപിക്കാൻ ഈ രണ്ട് രാജ്യങ്ങൾ ചേർന്ന് നടത്തുന്ന ശ്രമങ്ങൾ വരും ദിവസങ്ങളിൽ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം.